started. ഹാപ്പി കിഡ് എവിടെ? വി വാണ്ട് ഹാപ്പി കിഡ്. നിങ്ങൾ വെറും പറ്റിക്കലാണല്ലോ. ഐ ലവ് യു ഹാപ്പി കിഡ്. ചോദിക്കുന്നത് കണ്ടാ തോന്നും അവര് മാത്രമേ ഹാപ്പി കിഡിനെ മിസ് ചെയ്യുന്നുള്ളൂ എന്ന്. ഞങ്ങളും ഇവിടെ ഹാപ്പി കിഡിനെ വെയിറ്റ് ചെയ്യുകയാ. ഇതെവിടുന്നാ? എന്നെ മറന്നോ? ഞാൻ ലുവായി. ഇത്ര പോപ്പുലറായി സെയിമിനെ വരെ ഇവന്മാർ മറന്ന ലക്ഷണമാ. ദിവസവും കോടിക്കണക്കിന് മെസ്സേജാണ് ഹാപ്പി കിഡ് എവിടെയെന്ന് ചോദിച്ചു വരുന്നത്. അത്രയ്ക്കൊക്കെ വേണം സെയിം. ബൈ ദ വൈ ഐ ആം ലാമി. കോടികളില്ലെങ്കിലും ലക്ഷക്കണക്കിന് മെസ്സേജ് വരുന്നുണ്ട്. സത്യം പറഞ്ഞ എത്ര മെസ്സേജ് ഉണ്ടാവും സെയിം? ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. ഒരു 10,000 ഒക്കെ എന്തായാലും കാണും, ഷുവറാ. എന്നാലും ഈ ഹാപ്പി കിഡ് ഇത് എവിടെ പോയിരിക്കുക? ഇനി ആരെയും പിടിച്ചുകൊണ്ടിട്ടുണ്ടാവോ? കുട്ടൂസനോ ഡാഗിനിയോ മറ്റോ ഹാപ്പി കിഡിനെ കിഡ്നാപ്പ് ചെയ്തതായിരിക്കുമോ എന്നാണ്. ഏയ്, അവരാവാൻ ചാൻസ് ഇല്ല. എന്റെ സംശയം സോഫിയ പോളിനെ. അതാരാ? അത് നമ്മുടെ മിന്നൽ മുരളിയുടെ പ്രൊഡ്യൂസർ അല്ലേ? ആ, അത് ശരിയായിരിക്കും. മിന്നൽ മുരളിയുടെ പാർട്ട് 2-ന്റെ കഥയുണ്ടാക്കാൻ ഒരു റെഫറൻസിന് വേണ്ടി കൊണ്ടുപോയതാണോ ഇനി? ഓ പിന്നെ, അവർക്ക് നമ്മുടെ ഹാപ്പി കിഡിനെ കിട്ടിയിട്ട് വേണല്ലോ കഥയുണ്ടാക്കാൻ. ഇത് അതൊന്നും അല്ല, കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. ഈ സോംബികളൊക്കെ ശരിക്കും ഉള്ളതാണോ? അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം? ഹാപ്പി കിഡും നമ്മളെല്ലാം സോംബികളുടെ കയ്യിൽ അകപ്പെട്ടതായി ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനും ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിൽ. ജെയ്മയാണ് സോംബികൾ ആദ്യം പിടിക്കുന്നത്. സ്വപ്നമായിരുന്നു നന്നായി, അല്ലേ ജെയ്? അതെ അതെ, അല്ലെങ്കിൽ സോംബിയുടെ അവസാനം എന്റെ കൈ കൊണ്ടായേനെ. എന്നാലും നമ്മുടെ ഹാപ്പി കിഡ് എവിടെ പോയി കിടക്കുക? ഇനി ശരിക്കും സോംബി പിടിച്ചിട്ടുണ്ടാവും ഹാപ്പി കിഡിനെ? എന്താ നല്ല ഇനം ഞാലിപ്പൂവൻ പഴങ്ങൾ ഇവിടെ ലഭ്യമാണ്. ശ്രീഹള്ളി, കർണാടക. ഹേ ഫ്രണ്ട്സ്, ലുക്ക് അറ്റ് ദിസ്. ഇത് കണ്ടോ? നല്ല ഇനം ഞാലിപ്പൂവൻ പഴങ്ങൾ കർണാടകയിലെ ശ്രീഹള്ളിയിൽ കിട്ടാനുണ്ടെന്നറിഞ്ഞ് ഹാപ്പി അങ്ങോട്ട് പോയതാണെന്ന് തോന്നുന്നു. എന്നാ പണ്ട് ലാമി ചെയ്തതുപോലെ പട്ടത്തിൽ പഴം കെട്ടി പറപ്പിച്ചാലോ? മണ്ടത്തരം പറയാതെ. നീ എന്താ വിചാരിച്ച് കർണാടക നമ്മുടെ മേലെ ആകാശത്തിലാണെന്നോ? മാപ്പ് എടുത്ത് നോക്കലാമി, കേരളത്തിന് മുകളിലല്ല കർണാടക. ദേ നോക്ക്. അത് ശരിയാണല്ലോ, നമ്മൾ ഇവിടെ താഴെയും കർണാടക നമ്മുടെ മുകളിലുമാണല്ലോ. പട്ടമെടുക്കലാമി. ഓ, ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ. അങ്ങനെ ഒരു പരസ്യം കണ്ട് നമ്മളോടൊന്നും പറയാതെ ഹാപ്പി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്റെ ബലമായ സംശയം അമേരിക്കയിലെ മാർവൽ സ്റ്റുഡിയോസിന് ഈ കിഡ്നാപ്പിംഗിൽ ബന്ധമുണ്ടോ എന്നാണ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, കുറെ ആയല്ലോ കണ്ടിട്ട്. ഞാനും കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നു, അബ്രോഡ് ആയിരുന്നു. അതെവിടെയാ സ്ഥലം? ഓ സില്ലി ബോയ്സ്, വിദേശത്തായിരുന്നു എന്ന്. വിദേശത്തെവിടെ? ഐ വാസ് ഇൻ ബാംഗ്ലൂർ. അതിന് ബാംഗ്ലൂർ വിദേശമല്ലല്ലോ. നമ്മൾ താമസിക്കുന്നത് കേരളത്തിൽ. കേരള ദേശത്തിലല്ലല്ലോ ബാംഗ്ലൂർ, അത് കർണാടകയിലല്ലേ, അപ്പൊ വിദേശമല്ലേ? കർണാടക. ഇനി ഇവനാണോ ഹാപ്പി കിഡിനെ കർണാടകത്തിലേക്ക്? ഇവന് അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ? എന്താണ് ഒരു ഗൂഢാലോചന? നമ്മുടെ ഹാപ്പി കിഡിനെ കാണുന്നില്ല. അതെ, കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. അപ്പൊ നീയാണോ ഹാപ്പിയെ കിഡ്നാപ്പ് ചെയ്തത്? എന്ത് കിഡ്നാപ്പ് ചെയ്യാനോ? ഞാനോ? ഒരു ഗമയ്ക്ക് ഞാനാണെന്ന് പറഞ്ഞേക്കാം. ഓ അതെ അതെ, ഞാൻ തന്നെ. സത്യം പറ, ഹാപ്പി കിഡ് എവിടെ? സത്യം പറയുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ഹാപ്പിയെ നീ എന്ത് ചെയ്തു? We want happy kid. ഈ കമന്റ്സ് തന്നെയാ കുറെ കാലമായി ഞാനും കാണുന്നതും കേൾക്കുന്നതും. സത്യത്തിൽ ഹാപ്പി കിഡ് എവിടെ? നീയല്ലേ പറഞ്ഞത് കിഡ്നാപ്പ് ചെയ്തു എന്ന്? എനിക്കൊരു കിഡിനെ നാപ്പ് ചെയ്യാൻ പോലും അറിയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പോഴാ നിങ്ങളുടെ ഒരു കിഡ്നാപ്പ്. ഞാനൊരു ഗമയ്ക്ക് പറഞ്ഞതല്ലേ. എവിടെ നിന്റെ വാല്? ഏ നിക്കു,
ഓ, അവനെ ഞാൻ വിട്ടു. തീരെ ഉത്തരവാദിത്വമില്ല. അപ്പോ നമ്മുടെ ഹാപ്പി കിഡ് എവിടെയായിരിക്കും? ഇതെവിടുന്നായി ശബ്ദം? മക്തു, നിന്റെ ഫോണാണോ? എന്നെ ആരെ ഈ നേരത്ത് വിളിക്കാൻ? കുവൈറ്റിലുള്ള അളിയനായിരിക്കും. ഹലോ, മക്തു സ്പീക്കിംഗ്. ഇത് മറ്റെവിടുന്നോ ആണ്. ഹാപ്പി കിഡ് നിങ്ങൾക്ക് തന്ന സ്പിന്നർ ഞാൻ ഹാക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ ഹാപ്പി കിഡ് എന്റെ അടുത്തുണ്ട്. നിങ്ങൾ ആരാ? തും കോൺ ഹോ? ഹൂ ആർ യു? ആരാണ് നീ? ഞാൻ ഫ്രെഡി. ഏത് ഡഗ്ലസിന്റെ കൂടെയുള്ള ഫ്രെഡിയോ? ഡഗ്ലസിന്റെ ഡി കമ്പനി ഞാൻ വിട്ടു. ഇപ്പോ എഫ് കമ്പനി. ഫ്രോഡ് കമ്പനി ആണോ? നോ, ഫ്രെഡി ആൻഡ് കോ. ഓ, ഫ്രെഡി ഇപ്പൊ സംസാരിക്കുന്നത് കർണാടകയിൽ നിന്നല്ലേ? ഐ മീൻ ബാംഗ്ലൂർ. 25 സ്കോർപിയോയും നടുക്കൊരു സുമോയുമായി വരുന്ന സൗത്ത് ഇന്ത്യൻ ഡോൺമാരുടെ കർണാടകയല്ല ഫ്രെഡിയുടെ തട്ടം. AI-യിലും ചാറ്റ് GPT-യിലും ഡീപ് ഫേക്കിലുമെല്ലാം ഉത്തരം കണ്ടെത്തുന്ന മുംബൈയാണ് എന്റെ ഭൂമി. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമൃദ്ധമായ മുംബൈ. ഐ ബിലോങ് ദർ. ഇതേതോ സിനിമ ഡയലോഗ് അല്ലേ? കേരളം എന്ന ഇട്ടാവട്ടത്ത് കിടക്കുന്ന നിങ്ങളെപ്പോലുള്ള സാധാ കുട്ടികളോട് തർക്കിക്കാൻ ഈ ഫ്രെഡി തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഫ്രെഡി, ടെൽ മീ, what is your happy kid? ഞാൻ ഹാപ്പി കിഡ്. കസ്റ്റഡിയിലാണ്. എന്നെ ഒന്ന് രക്ഷിക്കണം. നിങ്ങൾ പറഞ്ഞാലേ ഹാപ്പി കിഡ് എന്നെ വിടൂ. ഹാപ്പി കിഡ് കസ്റ്റഡിയിലാണെന്നോ? അതെ, നിങ്ങൾ പറഞ്ഞാലേ ഹാപ്പി കിഡ് കേൾക്കൂ. ലേലുവല്ലോ, ലേലുവല്ലോ, എന്നെ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. ഹാപ്പി എവിടെ? ഹലോ 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 ഫ്രെഡി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹലോ. അതാരാ കൂവുന്നത്? കൂവുന്നതല്ല, ഫോൺ കട്ടായതാ. ഫ്രെഡി പറഞ്ഞതനുസരിച്ച് ഹാപ്പി മുംബൈയിലാണുള്ളത്. Come on guys, let's go. എങ്ങോട്ട്? ഫ്രെഡ് പറഞ്ഞ AI-യിലും ചാറ്റ് GPT-യിലും ഡീപ് ഫേക്കിലുമെല്ലാം ഉത്തരം കണ്ടെത്തുന്ന മുംബൈ. ലെറ്റ്സ് ഗോ ടു മുംബൈ. लो भैया पहुंच गए, चलो उतरो चलो. എന്നെ ഒന്ന് നിവരാൻ സഹായിക്കൂ guys. അല്ല, മക്തു എവിടെ? അയ്യോ, മക്തു ഇറങ്ങില്ല. അയ്യോ, ആളിറങ്ങാനുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആ, അവൻ എങ്ങനെയെങ്കിലും എത്തിക്കോളും. വാ, നമുക്ക് പോവാം. നമ്മൾ എവിടേക്കായി പോകുന്നത്? ഹാപ്പി എവിടെയാണെന്ന് വല്ല ക്ലൂ ഉണ്ടോ? ഈ വക കിഡ്നാപ്പിംഗ് ഒക്കെ സ്ഥിരമായി നടക്കുന്ന ഒരേ ഒരു സ്ഥലമേ മുംബൈയിലുള്ളൂ. ഈ ഡോൺമാരുടെ ഒക്കെ സ്ഥിരം സ്ഥലം ധാരാവി. നമ്മൾ അങ്ങോട്ട് പോകുന്നു. അതിന് ഈ ധാരാവി എവിടെയാണെന്ന് നിനക്കറിയാമോ? അതിനൊക്കെ വഴിയുണ്ട്. Come on, follow me. भाई साहब, एक डंडा पानी. यहाँ का बड़ा भाई कौन है? यहाँ का बड़ा भाई मैं हूँ, यह मेरा छोटा भाई. मुझे छोड़ के ऐसा नहीं, बड़ा भाई मतलब दादा डॉन, ऐसा आदमी चाहिए मेरे को. നിങ്ങൾ മലയാളികളാണല്ലേ? हाँ അതെ. എങ്ങനെ മനസ്സിലായി? ആ, അത് ഹിന്ദി കേട്ടപ്പോ മനസ്സിലായി. നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? അതെ, ഇവിടുത്തെ ഏതെങ്കിലും ഡോൺമാരെ പരിചയപ്പെടുത്തി തന്നാൽ. അവിടെ നിങ്ങൾക്കാരാ ഉള്ളത്? ചേട്ടാ, അതൊന്നുമല്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. അന്വേഷിച്ചപ്പോ ഇവിടെ മുംബൈയിലാണെന്ന് അറിഞ്ഞത്. അതെ, ഞങ്ങൾ ആ കാണാതായ കൂട്ടുകാരനെ അന്വേഷിച്ചിറങ്ങിയതാ. ഈ കാണാതായ ഫ്രണ്ട് കാണാൻ എങ്ങനെ ഇരിക്കും? ഐ മീൻ, വല്ല ഫോട്ടോയോ മറ്റോ? ഫ്രണ്ട് കാണാതെ ഇങ്ങനെ ഇരിക്കും. ഇവൻ വല്ല ഫാൻസി ഡ്രസ്സിലും പങ്കെടുക്കാൻ പോയതാണ്, സൂപ്പർമാന്റെ വേഷത്തില്. ആളെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. തനി സൂപ്പർ കീ. അതെ,
ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോയപ്പോ എടുത്ത പടവാ. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ, ഇവൻ നമ്മുടെ അപ്പുക്കുട്ടനല്ലേ? ഇവിടെ അടുത്തുള്ള ഗോലഖ്പൂർ സ്കൂളിലാ പഠിക്കുന്നേ. വലിയ മിണ്ടാട്ടമൊന്നും ഇല്ലാത്ത പയ്യനാ. നിങ്ങളുടെ ആരാന്നാ പറഞ്ഞേ? ഞങ്ങളുടെ ഉലകമാണ്. ആ, ഇത് ഞാൻ എവിടെയോ. ആ, ശരിയാണല്ലോ, നയൻതാരയുടെ കുട്ടികളുടെ പേരല്ലേ? ഇനി ആ പറഞ്ഞതിന്റെ സൂചന നയൻതാരയുടെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുമെന്നോ മറ്റോ ആണോ? ആ ചായക്കടക്കാരൻ പറഞ്ഞതനുസരിച്ച് ഹാപ്പി ഇവിടെ ഉണ്ടാവാനാ സാധ്യത. ലാമി, ദേ, ഹാപ്പി. ഹാപ്പി? യെസ്. ഓ സോറി ലൂയ്, നമുക്ക് ആള് മാറിയതാ. ഹാപ്പിയെ കാണുന്നില്ലല്ലോ. വാ, നമുക്ക് ആ ടീച്ചറോട് ചോദിക്കാം. दिखने में तो ये हैप्पी किड जैसे ही है, लेकिन आप जो कह रहे हैं वो सुपर पावर सब इसमें है या नहीं मुझे नहीं पता. हाँ, उसका एक दोस्त है, वो भी एक मल्लू है, यहाँ आस पास ही रहता है, शायद उसको पता होगा. उसका घर किधर? यहाँ से बाएं मुड़कर तीसरे घर. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ഇതാണ് ആ മല്ലുവിന്റെ വീട്. മല്ലു, നല്ല പേരല്ലേ? എന്റെ സെയിം, മല്ലു എന്നത് പേരല്ല, മലയാളി എന്നതിന്റെ ഷോർട്ട് ഫോമാ. പക്ഷെ വീടിന്റെ ലുക്ക് കണ്ടിട്ട് മല്ലു അല്ല, തല്ലു ആവാനാണ് സാധ്യത. ഈ തല്ലു ആരാ? തമിഴ് പയ്യൻ. തല്ലി കിട്ടാതെ നോക്കിക്കോ. ഇവനോ? ഇവനെ എവിടെയോ കണ്ട പോലുണ്ടല്ലോ. നിക്കു. അമ്പട നിക്കു കുട്ടാ, നീ എന്താ ഇവിടെ? അത് ഞാൻ ഹാപ്പി കിഡിന്റെ കൂടെ വന്നതാ. ഹാപ്പി ഇവിടെ ഉണ്ടോ? എന്നാ ഹാപ്പിക്ക് എന്നെ വിളിക്ക്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഇപ്പൊ ഇവിടെ ഇല്ല, ഒരു മിഷന്റെ ഭാഗമായി വന്നതാ. എന്ത് മിഷൻ? അത് പിന്നെ മൊത്തം അറിയാതെ ഞാൻ ഫ്രെഡിയെ കൂട്ടിപ്പിടിച്ച് ഹാപ്പി കിഡിന് ഒരു പണി കൊടുക്കാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ഹാപ്പി കിഡ് ഞങ്ങളെ കൈയോടെ പൊക്കി ഫ്രെഡിയെ എവിടെയോ അണ്ടർഗ്രൗണ്ടിൽ പൂട്ടിയിട്ടിരിക്കുക. എന്നെ അടിമയാക്കി കൂടെ കൂട്ടി. ഹാപ്പി കിഡ് മനസ്സ് വെക്കാതെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പോലും പറ്റില്ല. എന്താ കൂട്ടുകാരെ, സുഖാണോ? ഹായ് ഹാപ്പി. ഹാപ്പി, ഇവിടെ മുംബൈയിൽ എന്താ മിഷൻ? നിക്കു പറഞ്ഞു. നിക്കോനെയും കൂട്ടുപിടിച്ച് ഫ്രെഡി ചെറിയൊരു കുസൃതി ഒപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. ഇവിടെ ഗോൽഗാപൂർ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഫ്രെഡിയുടെ പരിധിയിൽ വരുത്താനുള്ള ഒരു ശ്രമം. പണ്ട് ഡഗ്ലസ് പൈറ്റി അടവിന്റെ ഒരു മുംബൈ വേർഷൻ. എന്നിട്ട് ഫ്രെഡ് എവിടെ? ഞാൻ പൂട്ടി, നല്ല മണിച്ചിത്ര താഴിട്ട് പൂട്ടി. വാ, കാണിച്ചു തരാം. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടും അവന്റെ ഒരു ഗമ കണ്ടില്ലേ? കാലൊക്കെ കയറ്റി വെച്ച്. അത് ഗമയല്ല, കയ്യും കാലും അതേ രീതിയിൽ ഞാൻ കെട്ടിയിട്ടതാ. അനങ്ങാൻ പറ്റില്ല പാവത്തിന്. ലേലു അല്ലു, ലേലു അല്ലു, എന്നെ ഒന്ന് അടിച്ചു വിടൂ. ഹാപ്പി, കൈയും കാലും കെട്ടിയ ഫ്രെഡി എങ്ങനെ? ഞങ്ങൾ സ്പിന്നറിൽ വിളിച്ചു. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഞാനൊരു ഫോൺ ഇങ്ങനെ കെട്ടി തൂക്കിയിരുന്നു. അതിൽ നിന്ന് എങ്ങനെയോ കോൾ പോയതാ, അല്ലാതെ ഫ്രെഡിയുടെ ബ്രില്യൻസ് ഒന്നും അല്ല. അപ്പോ മിഷൻ സക്സസ് ആയ സ്ഥിതിക്ക് അപ്പുക്കുട്ടൻ ഞങ്ങളുടെ കൂടെ വരുമല്ലേ? मेरा मदद करो, घर जाने को पैसा दो. ഏതോ മലയാളി ഹിന്ദി പറയുന്നത് പോലുണ്ടല്ലോ. മക്തു, നീയോ? ലാമി, എല്ലാരും ഉണ്ടല്ലോ. സന്തോഷായി ഹാപ്പി കിഡ്, സന്തോഷായി.